ഇവിടെ ഇത്രയും കുറേ വർഷങ്ങൾക്കുള്ളിൽ ഒരു 10-12 വർഷങ്ങൾക്കുള്ളിൽ ഈ ഗേറ്റിൻ്റെ മേളിൽ വരെ വെള്ളം വന്നിട്ടില്ലെന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. പക്ഷേ ഇന്നലെ രാത്രി മുതൽ പെയ്ത മഴയ്ക്കും ഇന്ന് പെയ്ത മഴയ്ക്കും അകത്ത് വയ്ക്കരുത്. മഴക്കാലം ആകുമ്പോഴത്തേക്കും നമ്മളെല്ലാം വെള്ളത്തിലാവും എന്ന് പറയാം. വെള്ളം കെട്ടിയിരിക്കുന്ന ഒന്ന് ഒഴുകി പോകാനുള്ള സാധ്യത കുറവ്. ഒഴുകി പോകാനുള്ള സാധ്യത കുറവാണ്. പിന്നെ പലരും പല സ്ഥലങ്ങളിൽ നിർത്തിയില്ല. അതുകൊണ്ട് വെള്ളം എപ്പോഴും ഒഴുകുന്ന സ്ഥലത്ത് കൂടി മാത്രമേ ഒഴുകുള്ളൂ. അത് പുതിയതായിട്ടൊരു റൂട്ട് കണ്ടുപിടിക്കില്ല. അപ്പോൾ ആ സ്ഥലത്ത് വരുമ്പോൾ അതിന് ഒഴുകി പോകാനുള്ള സ്ഥലമില്ലെന്നുണ്ടെങ്കിൽ വെള്ളം ഇങ്ങനെ കിട്ടും. അതായത് മഴക്കാലം വരുമ്പോഴല്ല അതിന് മുൻകരുതൽ എടുക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ എപ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരു അപകടം വരുമ്പോൾ മാത്രമേ അതിനെപ്പറ്റി ചിന്തിക്കാറുള്ളൂ. ഒരു കാർ അപകടം നടന്നു, അവിടെ കലിങ്കില്ല, ഉടനെ അതിനെപ്പറ്റി ചിന്തിക്കും. ഈ മഴക്കാലം വരുന്നതിന് മുമ്പ് ഈ കാണകൾ വൃത്തിയാക്കിയിരുന്നെങ്കിൽ ഒരിക്കലും ഇത്തരം വെള്ളക്കെട്ടുകൾ ഉണ്ടാവില്ല. ഇതിപ്പോൾ കാണകളെല്ലാം അടഞ്ഞു കിടക്കുകയല്ല. ഇനിയെല്ലാം രണ്ടാമതിനെ കുത്തി പൊക്കട്ടെ. അതുകൊണ്ടാണ് ഇത്രയും വെള്ളക്കെട്ട് ഉണ്ടാകുന്നതാണ് എൻ്റെ അഭിപ്രായം. തന്നെയല്ല, ഇവിടെ ഈ ട്രാഫിക് ആയതുകൊണ്ട് രാവിലെ ഒരുപാട് ബസ്സുകൾ പല സ്ഥലത്തും ഇതിലൂടെ പോകാതെ പല സ്ഥലത്തും മാറ്റിയിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് പലർക്കും പോകാൻ പറ്റാത്ത അവസ്ഥകൾ വന്നിട്ടുണ്ട്. നേരത്തെ വന്ന് മക്കൾ വന്നു വെച്ചെങ്കിൽ ഇതിനും വലിയ ഇത്രക്കപ്പം വെള്ളത്തിലാണ് ഞാനിപ്പോൾ. ആ ലുലുവിൻ്റെ അവിടുത്തെ കംപ്ലീറ്റ് വെള്ളവും സ്ലാബ് പൊക്കി വെള്ളം പറ്റിച്ച ശേഷം ഇപ്പോൾ വന്നേ ഉള്ളൂ. ഒരാൾ ഒരു ചായ പോലും വലിച്ചൊന്നും ഈ വെള്ളത്തിലല്ല, മൊത്തം വെള്ളം നനഞ്ഞിട്ട്. നാട്ടുകാരാണോ വെള്ളം? നാട്ടുകാരെ ചെയ്തോളൂ. കോർപ്പറേഷൻകാർ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്കാരൊന്നും അതിന് വന്നിട്ടില്ല. ഞങ്ങളാണ് മൊത്തം ചെയ്തേക്കുന്നത്. ഞങ്ങളും യൂണിയൻകാരൊക്കെ കൂടിയാണ് അവിടെ നിന്നുള്ള ലുലുവിൻ്റെ അവിടെ നിന്നുള്ള വെള്ളം കംപ്ലീറ്റ് പറ്റിച്ചേക്കുന്നത്. അവിടുത്തെ സ്ലാബ് പൊക്കി മാറ്റി, പള്ളിയോടത്ത് 2 സ്ലാബ് പൊക്കി മാറ്റി ശേഷം ആ വെള്ളം പോയത് അവിടെ. അല്ല, ഇതേവരെ വെള്ളം പോയി. ഇപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് വെള്ളത്തിന് കയറി വന്നത്. പോലീസുകാരുണ്ടായിരുന്നു, 2-3-4 പോലീസുകാർ ലുലുവിൻ്റെ അവിടെ ഉണ്ടായിരുന്നു. ഇവിടെയൊന്നും ഉണ്ടായില്ല. ഇവിടെയൊക്കെ വെള്ളമൊന്നും കംപ്ലീറ്റ് കഴിഞ്ഞാണ് അപ്പുറത്തോട്ട് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. ആകെ 2 പേരെ വിട്ടിട്ട് എന്ത് ചെയ്യാനാ കോർപ്പറേഷന്? ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് ഇവർ ചെയ്തില്ലല്ലോ. അവരുടെ കുഴപ്പം, മുനിസിപ്പാലിറ്റിയുടെ പ്രശ്നം. കാണയൊക്കെ ക്ലിയർ ചെയ്യേണ്ട അവരുടെ കുഴപ്പമില്ല, നമ്മളെ കുഴപ്പമില്ല. നമ്മളാണ് ഇത് ചെയ്യേണ്ടത്. നാട്ടുകാരല്ലേ, വോട്ട് ചെയ്യിപ്പിച്ച് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ചെയ്യേണ്ടത് മുനിസിപ്പാലിറ്റിക്കാരാണ്. കാണ ക്ലിയർ ചെയ്യലൊക്കെ മുനിസിപ്പാലിറ്റിക്കാർ. ഇതേവരെ കാണ ക്ലിയർ ചെയ്തിട്ടുണ്ടാവില്ല. എവിടെ ചെയ്തൊക്കെ കാണിച്ചു തരാമോ ആരെങ്കിലും? എല്ലാ സ്ഥലത്തും മണ്ണാണ് നടന്നു നടക്കുന്നത്. അപ്പോൾ ജനങ്ങളിവിടെ കുത്തി തുളച്ച് കൊടുത്തുകൊണ്ടിട്ട് വെള്ളമൊക്കെ പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന വെള്ളം കണ്ട ഇതെല്ലാം ഈ റോഡിലോട്ടാണ് വരുന്നത്. വെള്ളം പോകാൻ പറ്റിയ വഴിയില്ല. ആകെയുള്ള ലുലുവിൻ്റെ അടുത്ത് കാണാൻ മാത്രമേ ഉള്ളൂ വെള്ളം പോകാൻ. അതങ്ങ് ആ സ്ലാവൊക്കെ പൊക്കി ആ വെള്ളമൊക്കെ പോയിപ്പോൾ അവിടെ ചെന്ന് നോക്കിയതിൻ്റെ ആ ചർച്ചിൻ്റെ അവിടെയുണ്ട് ഗവൺമെൻറ്റിൻ്റെ ഉള്ളിലൊക്കെ വെള്ളമാണ്. ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് വന്ന് നോക്കി നടക്കാൻ പറ്റില്ല. അവിടെ വെള്ളമാണ്, ഇത്രക്കപ്പം വെള്ളമാണ്. ഞാൻ വീട്ടിൽ പോയി നിൽക്കുന്നത് കൊണ്ടാണ് വണ്ടിയായിട്ട് പോകാൻ പറ്റില്ല. ഇതെല്ലാം നാട്ടുകാർ തന്നെ സഹിക്കാനും ജയിപ്പിച്ച് വിടാമെന്ന് മാത്രമേ ഉള്ളൂ. ഒന്നും ചെയ്യാനാവില്ല, ഒരാളില്ല, ഒരു സഹായത്തിനുമില്ല. ഈ ജനങ്ങളെല്ലാവരും കൂടിയാണ് ചെയ്യണമെന്നില്ല. പിന്നെ യൂണിയൻകാർ, അപ്പുറത്തെ യൂണിയൻകാരൊക്കെ കൂടിയാണ് ഇത് സഹകരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ വേറെ ആരും ചെയ്യാറില്ല. ഒന്നും പറയില്ല. ഇവിടുത്തെ അവസ്ഥ ഇത് തന്നെ. എന്നും നമ്മൾ കാണുന്ന 10 കൊല്ലമായിട്ട് ഇവിടുന്ന് ലോട്ടറി വയ്ക്കുന്നത്. ഇത് നമ്മൾ സ്ഥിരമായിട്ട് പറയണത്. ആരോട് പറയാൻ, എന്തിനു പറയാൻ? ഇനിയിപ്പം മിണ്ടായിരിക്കും. ഇതൊക്കെ കണ്ടോണ്ട് ഇല്ല, ഇതൊക്കെ കണ്ടോണ്ട് മിണ്ടായിരിക്കും. ഒരുപാട് ചാനലിൽ കൂടെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരുപാട് പേര്. ഇവിടെ മാത്രമല്ല വെള്ളം നിൽക്കുന്നത്, അവിടെയുണ്ട് വെള്ളം നിൽക്കുന്നത്. മഴ പെയ്താൽ ഇതിന്റെ 4 ഇരട്ടി വെള്ളമാകും. കൊച്ചി പിന്നെ ഇനി ഉണ്ടാവില്ല. മൊത്തം വെള്ളം പോവേയില്ല.